ഹായ് ഗൈസ്, എല്ലാവർക്കും ജസി വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ടീപ്പോയാണ്. ടീപ്പോയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടയർ, കുറച്ച് ചിരട്ട, കുറച്ച് കമ്പി, പൈപ്പ് ഒഴിവാക്കിയ ഒരു ഫാനിന്റെ താഴ്ഭാഗം കൂടിയാണ് ഇതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അടിയിൽ നമ്മൾക്ക് കുറച്ച് പേപ്പർ വിരിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനു പറഞ്ഞാൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നില്ല, കുറച്ച് ഏരിയ നമുക്ക് ഒഴിവാക്കിയിടണം. അതിൻ്റെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് പിടിച്ചു പോകാതിരിക്കാനാണ് ഞാൻ അടിയിൽ ഇങ്ങനെ പേപ്പറും കവറും വെച്ചിരിക്കുന്നത്. നമുക്ക് എംസാൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ലെവലാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾക്ക് കമ്പി ഇതിൽ സെറ്റ് ചെയ്യണം. ഞാനൊരു 50 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത കമ്പിയാണ്. 50 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് 20 സെൻറ്റിമീറ്റർ ഞാൻ ബെൻഡ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ മൊത്തത്തിൽ ബെൻഡ് ചെയ്ത് വെച്ച എല്ലാ കമ്പിയും ഇതുപോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പൈപ്പിൻ്റെ പീസ് എടുത്ത് ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിലെല്ലാം ചിരട്ട വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് പൈപ്പ് വെച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് സ്റ്റാൻഡ് ഫാൻ്റെ സ്റ്റാൻഡാണ്. അത് അതിൻ്റെ മുകളിലേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പൈപ്പിൻ്റെ സൈസ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റാൻഡ് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഗ്യാപ്പിലെല്ലാം ചിരട്ട പാകി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതാ മൊത്തത്തിൽ ചിരട്ട ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾക്ക് സിമെൻറ്റ്, നല്ല സ്ട്രോങ് തന്നെ സിമെൻറ്റ് ഇറക്കിയിട്ട് ഇതിലെല്ലാം ഇവിടെ എല്ലാം ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ഇറക്കി കൊടുക്കണം. അതാണ് അടുത്ത പരിപാടി. ഇനി നമ്മൾക്ക് സിമെൻറ്റ് മിക്സ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ കുറച്ച് എംസാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. നല്ല സ്ട്രോങ്ങിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലൂടെയുള്ള കുറച്ച് ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഇതിനുള്ളിലേക്ക് നമുക്ക് സിമെൻറ്റ് ഇറക്കി കൊടുക്കാൻ വേണ്ടിയാണ് എടുത്തത്. ഈ ടയറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ഇറക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിരട്ട കൂടി ഞാൻ എടുത്ത് കമത്തിയിട്ടുണ്ട്. ചിരട്ടയുടെ ഉള്ളിലെല്ലാം നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ നല്ലപോലെ സിമെൻറ്റ് ഫിൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ ഉൾവശത്ത് ഞാൻ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അവസാനമായി നമുക്ക് സിമെൻറ്റ് കൂടി ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടം വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ആണ് ബാക്കിയുള്ള ആ ഫാനിൻ്റെ അടിഭാഗം നമ്മൾ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ച ഇത് ഞാൻ മറച്ചിട്ടിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ മറച്ചിട്ടത്. നല്ലപോലെ വെള്ളമൊക്കെ പറന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇനി ഫിനിഷിംഗ് വർക്കാണ് ചെയ്യാനുള്ളത്. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമെൻറ്റ് നല്ലപോലെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനേക്ക് മെല്ലെ സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ നല്ലപോലെ സിമെൻറ്റ് കലക്കി ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് മുകൾ ഭാഗം. ഇനി നമ്മൾക്ക് ഈ ടയറിൻ്റെ പുറത്തുകൂടെ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് സ്പ്രേ പെയിൻ്റ് ആണ്. ഇതാണ് ഉപയോഗിച്ചത്. ഇത് ഉപയോഗിച്ചിട്ട് ടയറിൻ്റെ പുറത്തുകൂടെ ഞാൻ മൊത്തത്തിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഗായ്സ് നമ്മളെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച് കുറച്ച് മുകളിലോട്ടും അടിച്ചിട്ടുണ്ട്. പ്രത്യേക ഡിസൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. താഴെ വീലുള്ളത് കൊണ്ട് നീക്കാനും പറ്റും. ഇത് ഗാർഡനിലൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പേപ്പർ വായിക്കാൻ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നല്ല ഉപകാരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.